ഹലോ, കുറേ ദിവസമായിട്ട് മുരിങ്ങല തപ്പി നടന്നിട്ട് ഇപ്പോഴാട്ടോ കിട്ടിയത്. അതിൻ്റെ സന്തോഷമാട്ടോ. ഇപ്പോൾ മുരിങ്ങല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പകുതി പേരുടെയും മുഖം ചുളിഞ്ഞിട്ടുണ്ടാവൂല്ലേ? അതെ, എനിക്കും പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തെ ഈ മുരിങ്ങലൊന്നും വീട്ടിൽ കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പിന്നെ വീട്ടുകാരുടെ അടുത്ത അടവൊക്കെ പ്രയോഗിക്കുമല്ലോ, ഇത് കണ്ണിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, അങ്ങനെ പലതും പറയുമ്പോൾ നമ്മൾ ആ പ്രേരണയിലൊക്കെ വീണിട്ടാണ് ഈ മുരിങ്ങയില ഇഷ്ടപ്പെട്ട് തുടങ്ങി. കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണ സിമ്പിളായിട്ടുള്ളൊരു കറി ആ രീതിക്കാണ് ഞാനിന്ന് ഉണ്ടാക്കണത് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ. ലൈക്കും കമൻറ്റും കൂടി തരാൻ മറക്കല്ലേ കേട്ടോ. ഇതെൻ്റെ അച്ചമ്മയുടെ റെസിപ്പി ആട്ടോ. അച്ചമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. പിന്നെ മുരിങ്ങലയുടെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ മോനും മുരിങ്ങല കഴിക്കാൻ ഇഷ്ടാട്ടോ. പിന്നെ ഈ കാണുന്ന കാന്താരിമുളകില്ലേ, അത് 1.5 കൊല്ലം മുന്നേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? അതേട്ടോ, 1.5 കൊല്ലം മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചേക്കണതാ. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രീസറിൽ പൊന്നു പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ സൂക്ഷിക്കുന്ന ടിപ്സൊക്കെ വേണമെങ്കിൽ ഇനി കാണിച്ചു തരാം കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. കറി ഉണ്ടാക്കാനായിട്ടേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കാന്താരിമുളകും കൂടി ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലേക്ക് മുരിങ്ങയില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കറി റെഡി ആയിട്ടോ. അപ്പോൾ ബായ്.